ഈ കാണുന്ന ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. ഞങ്ങൾ 9 പേരുണ്ടായിരുന്നുകൊണ്ട് ഈ ഉരുളക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറമുള്ള 2 ഹോം സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്തു. 2 ആവശ്യത്തിന് സൗകര്യമുള്ള വീടുകളാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ കുറേ നേരം ഈ വെള്ളത്തിൽ തന്നെ കിടപ്പായിരുന്നു. അപ്പോഴൊന്നും അത് ഷൂട്ട് ചെയ്യണമെന്നൊരു ചിന്ത വന്നേ ഇല്ല. ഇപ്പോഴാണ് തോന്നുന്നത് അതും കൂടി വീഡിയോയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിനേന്ന്. മഴ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ വെള്ളം ഭയങ്കര കുറവായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഒരു കൊതി. അപ്പോൾ എന്തായി, വണ്ടി എടുത്തിട്ട് ഈ വെള്ളത്തിൻ്റെ അപ്പുറത്തേക്ക് 3-4 റൗണ്ട് അടിച്ചു. ഒരു രസം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നെറ്റിട്ട മതിലിൻ്റെ അപ്പുറത്തുള്ള ഹോം സ്റ്റേയിലാണ് ബാക്കിയുള്ള ആൾക്കാർ താമസിച്ചത്. കുറച്ച് കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്നു. അവിടെ വന്ന് വെള്ളത്തിലൊക്കെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ പഴയ കാലമൊക്കെ ആലോചിച്ച് പോയി. അങ്ങനെ അപ്പുറത്ത് താമസിക്കുന്ന ഹോം സ്റ്റേയിലെ ആൾക്കാരൊക്കെ മുനിപ്പാറയ്ക്ക് പോകാൻ റെഡിയായി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതേ ഈ അരുവി ക്രോസ് ചെയ്ത് വരുന്നു. ഇവരൊക്കെ ഈ സൈഡിൽ കൂടെയുള്ള ചെരുവ് വഴിയാണ് പോകുന്നത്, ഞാൻ വേറെ വഴിയും. ഇതാണ് ഞാൻ പറഞ്ഞ റിസ്ക് ഇല്ലാത്ത മറ്റേ വഴി. ഇത് ഇവരുടെ പ്രോപ്പർട്ടീൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു ചെറിയൊരു ഓഫ് റോഡാണ്. ഇത് ചെന്ന് മുട്ടുക മറ്റേ വഴിയിൽ തന്നെയാണ്. ഈ ഇടതുവശത്തിൽ കൂടെ കയറി വരുന്ന വഴിയാണ് മറ്റേ ചെരുവ് വഴി എടുത്തു വരുന്ന വഴി. അതോ റൈറ്റ് സൈഡ് പിടിച്ച് കയറി വരണം കിണ്ടിക്കോടെ. ആ ലെഫ്റ്റിലെ കല്ല് വിടില്ല. വണ്ടിയുടെ മേലെ വെച്ചിട്ടുള്ള ക്യാമറ സകല ചില്ലയിലടിച്ചിട്ടാണ് പോണതെന്നുള്ളത് ആ സമയത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അറിയണേ. ഫ്രണ്ട്
രണ്ടും അങ്ങോട്ടും ഉണ്ട്. ലെഫ്റ്റ് പോയി നോക്കാം, ഡയറക്ഷൻ നോക്കിയിട്ട് ഇവിടെ നേരെ കണ്ടിട്ട് നല്ല റൂട്ടായിട്ട് തോന്നുന്നുണ്ട്. ആയിക്കൂടെ ഇപ്പൊ ടയർ മാർക്ക് കാണാണ്ട്. എന്നാ നേരെ പോവാ, പോയി നോക്കാം. പോയി നോക്കാം. ഈ വെള്ളക്കെട്ടിന്റെ അവിടുന്ന് നേരെയാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. വിനീത, ഇപ്പൊ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാല് ഒരു ചെറിയ വെള്ളക്കെട്ട് കാണാം. ഞങ്ങൾ നേരെയാണ് അവിടുന്ന് എടുക്കുന്നത്, ലെഫ്റ്റ് പോകുന്നില്ല. ആഹാ, നല്ല ചെളി റോഡ്. ആ വഴി അവിടെ അറ്റം ചെന്ന് മുട്ടി. അപ്പോൾ നേരത്തെ കണ്ട ലെഫ്റ്റ് തന്നെയായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഈശോയെ, എൻ്റെ ക്യാമറ. ഈ വലിയ പാറപ്പുറവും ഈ ചുറ്റും കാണുന്ന കാടും പിന്നെ ഇതിൻ്റെ നടുവിൽ ഒരു 3-4 കല്ലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മുനിയറ എന്ന് പറയുന്ന സംഭവം. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല രസമുള്ള സ്ഥലമല്ലേ, ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഇവിടുന്ന് നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ഒരുമിച്ചിട്ട് ഫോട്ടോ എടുക്കണേ. ഫോട്ടോയ്ക്ക് എല്ലാവരും പിടിച്ചു നിർത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരുവിധം എല്ലാവരും വിളിച്ചു വരുത്തി വണ്ടിയൊക്കെ നേരിട്ട്
പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇതാണ് ആ ഫോട്ടോ. എടുക്കട്ടെ 2-3 ഫോട്ടോ എൻ്റെയും. അപ്പോൾ മാമലക്കണ്ടം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഇതാദ്യമായിട്ടാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യണം, ക്യാമറ പിടിച്ച് കിടക്കണം എന്നുള്ള കാര്യമൊന്നും എപ്പോഴും എൻ്റെ തലയിൽ ഇങ്ങനെ വന്നിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. ഞാൻ വീണ്ടും മറ്റൊരു യാത്രയായിട്ട് വരാം. അതുവരെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യൂ, പ്രകൃതിയെ സ്നേഹിക്കൂ, നാട്ടുകാരെ ബഹുമാനിക്കൂ. ഞാൻ നവീൻ, മൈൽസ് ഫ്രം ബാംഗ്ലൂർ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.